സഹോദരങ്ങളെ, ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ഔദ്യോഗികമായി അറിയിക്കുന്നു, ആരെയും ചൂഷണം ചെയ്യാനല്ല. ഇവിടെ ഒരു അറബിക് കോളേജ് വന്നതുകൊണ്ടോ ബനാത്ത് വന്നതുകൊണ്ടോ ഹിഫ്ള് വന്നതുകൊണ്ടോ ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പണ്ട് കാലം മുതൽ തബ്ലീഗ് ജമാഅത്ത് എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട് നീളമുള്ള ജുബ്ബയുമിട്ട് നല്ല താടിയും നീട്ടി വളർത്തി നിസ്കാരവും ജപമാലയും സവിശേഷമാ, അതുകൊണ്ട് ചിലരെ ചാക്കിടാൻ ഒരു വേഷമാ. മഹാന്മാർ പഠിപ്പിച്ചതുപോലെ ഈ വേഷം ഉപയോഗിച്ച് പലരെയും വഹാബിസത്തിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. വഹാബി ആശയത്തിലേക്ക് ഈ തബ്ലീഗിന്റെ വേഷത്തെ ദുരുപയോഗം ചെയ്തു. എന്റെ പ്രിയപ്പെട്ട പല സുഹൃത്തുക്കളും മനസ്സിലാക്കുന്നത് താടിയെയും ജുബ്ബയുമാണ് നാം എതിർക്കുന്നതെന്നാണ്. അല്ല കൂട്ടരെ, അതിനെയല്ല. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേന്ദ്രമായ മർക്കസു സഖാഫത്തി സുന്നിയയിൽ ചെന്നാൽ നല്ല ജുബ്ബ ഇട്ട ആളുകൾ അവിടെ ഉണ്ട്. എന്താ, ഉത്തരേന്ത്യയിൽ നിന്ന്, പശ്ചിമ ബംഗാളിൽ നിന്നും ഹരിയാനയിൽ നിന്നുമൊക്കെ വന്ന് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ അവരുടെ വേഷം ജുബ്ബയാണ്. അവർ നീളമുള്ള വാലിട്ട് തലപ്പാവ് കെട്ടിയിരിക്കുന്നു. ഞങ്ങൾ ഇതിനെയല്ല എതിർക്കുന്നത്. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ എന്ന് പ്രിയപ്പെട്ട തബ്ലീഗുകാരോടും സാധാരണക്കാരായ ആളുകളോടും പറയുന്നു. രണ്ടാമത്തെ വിഷയം, നിസ്കരിപ്പിക്കുന്നതിന് സുന്നികൾ എതിരാണോ? ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആരോപണം നിങ്ങൾ പറയരുത്. അത് ഞങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും പൊരുത്തപ്പെടൂല. കാരണം നിസ്കാരത്തിന്റെ ഫള് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് പറയാൻ കഴിയൂല. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ മതപ്രസംഗങ്ങളായ പ്രസംഗങ്ങളിലും വേദികളായ വേദികളിലും എല്ലാം നിസ്കാരത്തിന്റെ ഫള് പറയുകയാണ്. ആ നിസ്കാരം തന്നെ അതിന്റെ ഷറുത്തും ഫർളും സുന്നത്തുകളും എല്ലാം ഒപ്പിച്ചേ ചെയ്യാവൂ എന്ന് പഠിപ്പിക്കുന്നവരാണ് സുന്നികൾ. അതുകൊണ്ട് ഞങ്ങൾ നിസ്കരിപ്പിക്കുന്നതിനും എതിരല്ല, നോമ്പ് പിടിപ്പിക്കുന്നതിനും എതിരല്ല. ഞങ്ങൾ എതിർക്കുന്നത് നിങ്ങളുടെ വേഷത്തെയല്ല, നിങ്ങളുടെ നിസ്കരിപ്പിക്കലിനെയല്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നല്ലത് പലതുമുണ്ട്, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു, വഹാബിസത്തിലേക്ക് ഈ വേഷത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ട്. അതിനി നോക്കിയിരിക്കാൻ പറ്റൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد. الصلاة والسلاما عليك يا سيدنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية. صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. جمال الوجه مع قبح النفوس كقنديل على قبر المجوس. ആദരണീയരായ സയ്യിദ്മാർ, അഭിമന്യരായ ഉസ്താദുമാർ, പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ആദർശമായി അംഗീകരിക്കുന്ന മാന്യ സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക വിജയത്തിനാവശ്യമായ ദീനിന്റെ ആദർശങ്ങൾ പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നമ്മുടെ ഈ സംഗമം, ഇതിന്റെ സംഘാടനം, പ്രഭാഷണം, ശ്രവണം, പ്രവർത്തനം, സഹകരണം മുഴുവനും അവൻ സ്വീകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാമിന്റെ ഒറിജിനൽ ആശയം നമുക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ടി പ്രയത്നിച്ച മുൻകാല പണ്ഡിതർ, പ്രഭാഷകർ, ഉസ്താദുമാർ, പ്രവർത്തകർ, സഹകാരികൾ, ആദർശബന്ധത്തിലായി നമ്മളുമായി
വിട്ടുപിരിഞ്ഞ കൂട്ടുകുടുംബാദികൾ മുഴുവൻ ആളുകളുടെയും ബർസഖ് ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. തെറ്റിദ്ധരിച്ചുപോയ ഒരുപാട് സുഹൃത്തുക്കൾക്ക് നമ്മുടെ പരിപാടി യഥാർത്ഥം മനസ്സിലാക്കി ഹിദായത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു ഒരു കാരണമാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ബാക്കിയുള്ള സമയത്തിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് ഓർമ്മപ്പെടുത്തുകയാണ്. തബ്ലീഗ് ജമാഅത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്ന ആളുകൾക്ക് 2-3 പ്രസംഗങ്ങളിലൂടെ ഹ്രസ്വമെങ്കിലും വിഷയങ്ങൾ ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. ഖുത്ബയുടെ അവിടെ ഫിൽജുംല വാള് എന്ന് പറഞ്ഞതുപോലെ തബ്ലീഗ് ജമാഅത്തിന്റെ ആകത്തുക പിഴവാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഇവിടെ വന്നപ്പോൾ ആദ്യമേ തന്നെ നോട്ടീസും ബാനറും ഒക്കെ കീറി എന്ന് കേട്ടപ്പോ ഞാൻ ഇവരോട് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. പൊതുവെ മറ്റ് വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ മറുപടി പറയാറുണ്ട്, വിശദീകരിക്കാറുണ്ട്. അതിലാർക്കും അത്ര വലിയ വിഷമം തോന്നാറില്ല. കാരണം അവരൊക്കെ ഓപ്പണായി വന്ന് അവരാദർശങ്ങൾ പറയുകയും പലപ്പോഴും വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയും വിഷയത്തോട് അടുക്കുന്ന സമയത്ത് ഭംഗിയായി മുങ്ങുകയും ചെയ്യുന്ന ആളുകൾ. മുജാഹിദ് പ്രസ്ഥാനം സ്റ്റേജിൽ കയറിയാൽ മഹാന്മാരെ ആക്ഷേപിക്കലും അധിക്ഷേപിക്കലും വെല്ലുവിളിക്കലും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. സമയ സന്ദർഭം പോലെ ഇടക്ക് ആവശ്യമായി തോന്നിയാൽ അവരുടെ ക്ലിപ്പും ഞാൻ ഇടും. കാരണം ഒരൊറ്റ കുറ്റി പുട്ടാണെങ്കിലും ഇടയിൽ അതിന് ടേസ്റ്റിന് വേണ്ടി തേങ്ങ ചേർക്കാറുണ്ട്, ചിലയിടത്തൊക്കെ അവിലും. അതിനു വേണ്ടി സമസ്ത അംഗീകരിച്ച ഒരു പദ്ധതിയാണ്. ഇതേപോലെ ഇടക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വന്നാൽ അത് കയറി വരും. ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടന അത് ഈ അടുത്തതിൻ്റെ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കയും ഒക്കെ പ്രാക്ടിക്കലാക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായി അമീർ ആരിഫ് അലി സാഹിബ് അദ്ദേഹം ഒരു പുതിയ രംഗപ്രവേശനത്തിന് തുടക്കം കുറിച്ചപ്പോൾ അമിതാവേശം കൊണ്ട് ഉണ്ടാക്കിയ നേതാവ് മൗദൂദിയെ തന്നെ തള്ളിപ്പറഞ്ഞത് പത്രത്തിൽ വായിച്ച ഉത്ബുദ്ധരാണ് നമ്മളൊക്കെ. പക്ഷേ നേതാവിനെ തന്നെ തള്ളിപ്പറഞ്ഞപ്പോ സ്വാഭാവികമായും ബുദ്ധിയുള്ള ഇടതു വലത് പാർട്ടികളൊക്കെ മനസ്സിലാക്കി ജനിച്ച അല്ലെങ്കിൽ ജന്മം നൽകിയ നേതാവിനെ തന്നെ തള്ളിയ ഇവർക്ക് ഇനി ആരെയും തള്ളുക എന്നത് പ്രയാസം ഉണ്ടാകൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട 2 ടീമും തീരുമാനിച്ച് ഇപ്പോ ഇങ്ങനെ ദുനിയാവെന്ന് വിടുകയും ചെയ്തു, ആഖിറത്തേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ രൂപത്തിൽ രണ്ടുമില്ലാത്ത രീതിയിൽ നിൽക്കുക. അപ്പൊ ഇതും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതോടുകൂടെ സ്വാഭാവികമായും അവരെ പറ്റി വിമർശിക്കാമെന്ന് വിലയിരുത്തും. നേരെ മറിച്ച് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്, കണ്ട നല്ല വേഷം ധരിക്കുന്ന ആളുകളാണ്, വശ്യമായ പെരുമാറ്റം, ഫിറ്റ് ചെയ്തു വെച്ച പുഞ്ചിരി, ഉത്തമമായ അറാക്കുകൊണ്ടുള്ള പല്ല് തേക്കൽ, ആരുടെയും അട്ടിപ്പാത്ര ടിഫിൻ കരിയർ സ്വീകരിക്കാതെ സ്വന്തമായുള്ള ഭാണ്ഡത്തിൽ നിന്നെടുത്ത സ്റ്റൗ